ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്കവിത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം ചക്കച്ചുളയൊക്കെ പറിച്ച് വൃത്തിയായിട്ട് വെക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയത് കൂഴച്ചക്കയായിരുന്നു കേട്ടോ. നമുക്ക് കിട്ടുന്നത് ഏത് ചക്കയാണെങ്കിലും ചക്കവറ്റിൽ ഉണ്ടാക്കാനായിട്ട് വളരെ നൈസായിട്ട് വേണം നമ്മൾ ചക്കച്ചുളയൊക്കെ അരിഞ്ഞെടുക്കാനായിട്ട്. ചക്കവറ്റിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അത്യാവശ്യം വിളഞ്ഞ ചക്കയാണ് കേട്ടോ നല്ലത്. നമുക്ക് കിട്ടിയതും അത്യാവശ്യം നല്ല വിളഞ്ഞ ചക്ക തന്നെ ആയിരുന്നു. ചിലർക്ക് ഈ ചക്കവറ്റിലൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഇത്തിരി മധുരമുള്ളതൊക്കെ ഇഷ്ടമാണ്. അപ്പം അത്യാവശ്യം നല്ല വിളഞ്ഞ ചക്കയാണെങ്കിൽ ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ നൈസായിട്ട് അരിഞ്ഞ ചക്കച്ചുള ഇത്തിരി ഉപ്പുനീര് തളിച്ചിട്ട് ഒരു മണിക്കൂർ വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ. വെയിലത്ത് വെക്കുന്നത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. പിന്നീട് നമ്മൾ അടുപ്പിൽ പാൻ വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രം വളരെ കുറച്ചായിട്ട് ചക്കവറ്റിൽ ഉണ്ടാക്കാനായിട്ടുള്ള ചക്ക അരിഞ്ഞത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. പിന്നെ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പതുക്കെ അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ആദ്യമേ തന്നെ വെക്കരുത്, പെട്ടെന്ന് തന്നെ ചക്കവറ്റിൽ കരിഞ്ഞു പോകും. പിന്നെ പതുക്കെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ചക്കച്ചുള അരിഞ്ഞത് 1 മണിക്കൂർ വെയിലത്തിട്ട് വെക്കണമെന്ന്. മാക്സിമം എല്ലാവരും അങ്ങനെ ചെയ്യാൻ നോക്കുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഉപ്പ് അതിൽ നന്നായിട്ട് പിടിക്കുകയും നമ്മൾ ചക്കവറ്റിൽ ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് വളരെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും എണ്ണ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളൊരിത്തിരി മഞ്ഞൾപ്പൊടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോഴത്തേക്കും നമ്മൾ പതുക്കെ എണ്ണയൊക്കെ കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് ഇത് കോരി മാറ്റണം. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കണം. പിന്നെ നമ്മളിത് ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ച് ശ്രദ്ധിക്കണം. നമ്മളതിൻ്റെ കറക്റ്റ് പരുവത്തിൽ തന്നെ ലാസ്റ്റ് കോരിയെടുക്കാനായിട്ട് നോക്കണം. ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആവാനായിട്ട് നിൽക്കരുത്. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. പിന്നെ ഞാനിപ്പം ചക്കവറ്റിൽ ഉണ്ടാക്കിയപ്പോഴത്തേക്കും എണ്ണയിലാണ് മഞ്ഞൾപ്പൊടി ഇട്ടത്. അപ്പോൾ അങ്ങനെ ഇടാൻ മറന്നു പോവുകയാണെങ്കിൽ നമ്മൾ കോരിയൊക്കെ വെച്ചതിന് ശേഷം അതിനകത്ത് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാലും മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കവറ്റിൽ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പം ഓക്കെ, ബൈ.